ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലൂമിയർ ഹോംസ് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ചെങ്ങന്നൂരിനടുത്തുള്ള ഓതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അഭിലാഷ് സാറിൻ്റെ വീട്ടിൽ ഒരു അതിമനോഹരമായിട്ടുള്ള സിമ്പിൾ ഡിസൈനിൽ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു തിയേറ്റർ ചെയ്തിട്ടുണ്ട്. ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് അഭിലാഷ് സാറിന് വേണ്ടിയിട്ട് ലൂമിയർ ഹോംസിന് തീർത്ത ആ ഒരു മനോഹര ഹോം സിനിമ. ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ നമുക്ക് ലഭിച്ചത് 21 അടി നീളം, അതുപോലെ തന്നെ 7 അടി വീതിയാണ്. അപ്പോൾ നമ്മൾ ആ നീളം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീതി വളരെ കുറവാണ്. അതിന് കാരണം സാർ ഈ വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഹാള് അവൈലബിൾ ആണ്. കാരണം നമ്മുടെ വലിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഹാളായിട്ട് കിടന്നായിരുന്നു. അപ്പോൾ സാർ ഞങ്ങളെ വിളിച്ചു, ഇതെന്ത് ചെയ്യാൻ പറ്റും. പുള്ളി വളരെ സിനിമ ഇഷ്ടപ്പെടുന്നതും ഇവിടുത്തെ ബ്ലൂറേ കളക്ഷനൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അത്രയ്ക്കും അതിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റിയിൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യണം എന്ന് സാറ് പറഞ്ഞപ്പോൾ നമ്മളാണ് ഇതിൻ്റെ മാക്സിമം ഇതിലൊരു പാസേജ് ഇവിടെ വെച്ചിട്ടുള്ള ഇവിടെ ഒരു വാള് സെറ്റ് ചെയ്ത് ഒരു റൂം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഈ സ്പെക്കും ഈ കാര്യങ്ങളും ഡിസൈനുകളൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഗ്രേ, ബ്ലാക്ക്, അതുപോലെ തന്നെ ഐവറി, ഈ ഒരു കോമ്പിനേഷനാണ് ഈ സൈഡ് വാളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റും, അതുപോലെ തന്നെ സീലിങ്ങിനാണെങ്കിൽ നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഒരു വൈറ്റ് പ്രൊഫൈൽ ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറയാനുള്ളത്. പിന്നെ 2 റോ സീറ്റ്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സ്പീക്കർ സെറ്റിങ്സ്, 2 റോയിലോട്ടും നമ്മൾ സറൗണ്ട് സ്പീക്കർ, ഒരു പെയർ അറ്റ്മോസ് സ്പീക്കർ, ഇതൊക്കെ ഈ ഒരു ഹോം സിനിമയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിന് വീതി കുറവാണെങ്കിലും ഈ ഒരു നമ്മൾ മാക്സിമം അതിൻ്റെ ഒരു ബഡ്ജറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തതാണെങ്കിലും ഇത് മാക്സിമം ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ തിയേറ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ അക്കോസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്പീക്കർ തമ്മിലുള്ള ഒരു വിഡ്ത്ത് കുറവാണ്. അപ്പം തന്നെ നമ്മൾ അതിന് കണക്കാക്കിയുള്ള രീതിയിലാണ് നമ്മളിവിടെ ഡിഫ്യൂഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം ഇതിൽ കൂടുതൽ റിഫ്ലക്ഷൻ വരുത്തി സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു അബദ്ധധാരണയാണ്. കാരണം നമ്മൾ ഹാളിലൊക്കെ ഇപ്പം ടി വി ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, എസ്പെഷ്യലി ഇപ്പം നമ്മുടെ തിയേറ്റർ ചെയ്ത കസ്റ്റമേഴ്സിന് അറിയാം, നമ്മുടെ ഹാളിലോ ടി വി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ സ്പീക്കർ എന്ന് വരുന്ന സൗണ്ട് ആ റൂം മൊത്തം സ്പ്രെഡ് ആകുന്നത് കാണാം. അതെന്ന് വെച്ചാൽ അത് ഫ്ലോറിലും വാളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അത്രയ്ക്കും സൗണ്ട് ഫീൽ ചെയ്യുന്നത്. അതൊരു കുറച്ച് സമയത്തേക്ക് നമുക്കത് ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് അതിൻ്റെ ഒരു പരിധി വിടുമ്പം തന്നെ നമുക്കത് തലവേദനയായിട്ട് മാറുന്ന ഒരു രീതിയിലോട്ടാണ് അത് പോവുക, അത് ഓവർ സൗണ്ട് ഉണ്ടെങ്കിൽ. അതേസ്ഥാനം നമ്മുടെ തിയേറ്ററിനുള്ളിലോട്ട് വരുമ്പോൾ തന്നെ ഓരോ സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ടും ഒരു സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സൗണ്ടുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അക്കോസ്റ്റിക്സ് ചെയ്യുന്നത്. അത് റിഫ്ലക്ഷൻ കൂട്ടിയിട്ട് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല, വരുന്ന സൗണ്ട്. കാരണം ഇവിടെ ഇപ്പം നമ്മൾ 5.1.2 എന്നുള്ള കോൺഫിഗറേഷനാണ്. അപ്പം ഈ കോൺഫിഗറേഷനിൽ ഈ ഓരോ സ്പീക്കറിൽ ഇപ്പം സറൗണ്ട് സ്പീക്കർ ലെഫ്റ്റ് സൈഡ് ആയിക്കോട്ടെ, റൈറ്റ് സൈഡ് ആയിക്കോട്ടെ, അറ്റ്മോസിൻ്റെ ലെഫ്റ്റ് ആയിക്കോട്ടെ, റൈറ്റ് ആയിക്കോട്ടെ, അത് ഓരോ സമയത്തും ഈ ഓരോ സ്പീക്കറിലും ഓരോ സൗണ്ട് ആയിരിക്കും. അപ്പം അത് അതാത് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് പിക്ചറുമായിട്ട് സിങ്കായിട്ട് നമുക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഈ റൂമിന് ആവശ്യമായ രീതിയിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു മെഷർമെൻറ്റ് നടത്തും. കാരണം ഇതിപ്പം നോർമൽ
ഒരു വാളിൽ എങ്ങനെ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. നമ്മളിപ്പോൾ ഫ്രണ്ടിലോ സൗണ്ട് വെച്ചിട്ട് ബാക്കിലോട്ട് എങ്ങനെ കിട്ടുന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും, ഒരു ഇതിൻ്റെ പ്ലെയിൻ തുടക്കത്തിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് മെഷർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്നെന്ന പോയിൻറ്റുകളിൽ ഇത്രത്തോളം തിക്നെസ്സും ഇന്നെന്ന മെറ്റീരിയലിലും അക്വാസ്റ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസൈൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ അക്വാസ്റ്റിക്സ് മെറ്റീരിയലിൻ്റെ പ്ലേസ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു വീതി അനുസരിച്ചിട്ട് എൻഡ് ടു എൻഡ് മാക്സിമം കിട്ടുന്ന സ്ക്രീൻ സൈസ് എടുത്തിട്ടുണ്ട്. 96 ഇഞ്ച് അക്വാസ്റ്റിക് വോവൻ സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിൽ സ്ലിം ഫ്രെയിമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ക്രീനിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ LCR സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് പോൾക്കിൻ്റെ മോണ്ടർ സീരീസിലെ XT30 ആണ് സെൻട്രൽ സ്പീക്കർ. അതുപോലെ തന്നെ XT20യുടെ ഒരു പെയറാണ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സബ്വൂഫറും ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പോൾക്കിൻ്റെ PSW10 ആണ് ഇവിടെ സബ്വൂഫറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സൗണ്ട് കോൺഫിഗറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസിൻ്റെ 5.1.2 എന്ന കോൺഫിഗറേഷനാണ് ഈ തിയേറ്ററിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് പറഞ്ഞാൽ ഡനാൻ്റെ ബേസ് മോഡലായ 1700 എന്ന് പറഞ്ഞ AVR ആണ്. അപ്പം അതിലാണ് നമ്മൾ ഇത്രയും സ്പീക്കർ ഇവിടെ കോൺഫിഗറേറ്റ് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ സറൗണ്ട് സ്പീക്കേഴ്സ് 2 പെയറായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രൊജക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റോമയുടെ HD28E എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് തിയേറ്ററാണ്, അതിലോട്ട് നമുക്കൊരു ഫുൾ HD പ്രൊജക്ടർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാവുന്ന ഒരു പ്രൊജക്ടറാണ് ഒപ്റ്റോമയുടെ ഈ ഒരു മോഡൽ. കാരണം അത്യാവശ്യം നല്ല ലൈറ്റ് ക്വാളിറ്റി ഉള്ളൊരു പ്രൊജക്ടറാണിത്. നമ്മളിപ്പം അത്യാവശ്യം ചെറിയ സ്ക്രീനൊക്കെ ആണെങ്കിൽ ഒരു 120, 133 ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് പിക്ചർ കിട്ടുന്നുണ്ട്. കാരണം HDR സപ്പോർട്ടുള്ളതാണ്, ഫുൾ HD പ്രൊജക്ടറാണ്. അപ്പം ആ ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഇവിടുത്തെ സ്ക്രീനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സറൗണ്ട് സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പോൾക്കിൻ്റെ RC55i എന്ന് പറഞ്ഞ മോഡലാണ്. അത് ഇവിടെ 2 റോ സീറ്റിലോട്ട് നമ്മൾ 2 പെയർ സറൗണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബേസിക് കോൺഫിഗറേഷൻ 5.1.2 ആണെങ്കിലും സറൗണ്ടിൽ ഇങ്ങനെ 2 പെയറായിട്ടാണ് കൊടുത്തത്. അത് തന്നെ ഫ്രണ്ടിലോട്ടുള്ള നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആംഗിൾ ആയിട്ടാണ് കൊടുത്തത്. കാരണം ഫ്രണ്ടിൽ നമ്മൾ ബീൻ ബാഗോ അതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൂടെ സറൗണ്ട് കിട്ടുന്ന തരത്തിലാണ് ഈ സറൗണ്ട് സ്പീക്കർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ബാക്കിൽ 3 സീറ്റാണെങ്കിലും ഈ 2 സീറ്റാണെങ്കിലും ഇതിലൊക്കെ സറൗണ്ടിൻ്റെ കറക്റ്റ് ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പെയർ അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കൊടുത്തത്. അത് വെച്ചാൽ പോൾക്കിൻ്റെ RC55i തന്നെയാണ് കൊടുത്തത്. സറൗണ്ട് സ്പീക്കറിൽ ഉപയോഗിച്ച സെയിം സ്പീക്കർ തന്നെ. പിന്നെ അത് മെയിനായിട്ട് ഈ 2 റോ സീറ്റിനേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ 2 റോ സീറ്റിലും നമുക്ക് അറ്റ്മോസിൻ്റെ ഫീല് വളരെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 2 റോയിൽ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റേജ് തന്നെയാണ് കൊടുത്തത്. പിന്നെ 3rd നമ്മൾ ഫ്ലോർ ലെവൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വീതി അനുസരിച്ച് ഒരു വലിയ റിക്ലൈനേഴ്സ് എന്നുള്ള രീതിയിലോട്ട് പോകാതെ നമ്മുടെ മൾട്ടിപ്ലക്സിലൊക്കെ കാണുന്നത് അതേപോലുള്ള തിയേറ്റർ സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോലെ 5 സീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വേണമെങ്കിൽ ബീൻ ബാഗോ അല്ലെങ്കിൽ റിക്ലൈനേഴ്സ് ഉപയോഗിക്കാനുള്ള ഏരിയയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീതിയിൽ നമുക്കിതാ ഇവിടെ നമുക്ക് ഏകദേശം 7 ഫീറ്റ് എന്ന് ഇച്ചിരി കൂടുതൽ മാത്രമേ ഉള്ളൂ വീതി. അപ്പോൾ അതിലോട്ട് തന്നെ നമ്മൾ ബാക്കിൽ 3 സീറ്റും ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള പാസേജും കൂടെ ഇട്ട് സെൻറ്റർ ചെയ്തിട്ട് 2 സീറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഇതിൻ്റെ ഒരു കളർ ടോണിലൊക്കെ വരുന്ന ഒരു ബ്ലാക്ക് രീതിയിൽ തന്നെയാണ് സീറ്റിൻ്റെ കളറും ചൂസ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കെന്താണൊരു മൂവി എക്സ്പീരിയൻസിന് എന്താണ് ആ ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിൻ്റെ അതേ ഒരു ഫീല് തന്നെ നമുക്കിവിടെ കിട്ടും. അത് നമ്മൾ ഈ ഒരു റോന് കണക്കായി തന്നെയാണ് ഇവിടെ നമ്മൾ സ്പീക്കറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ മൂവി ഹാള് ഒരു വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടുകാരുടെ ഒന്നും സപ്പോർട്ടില്ല, ഇല്ലാതായിരുന്നു ഞാനിത് ആരംഭിച്ചത്. ഒരു മുകളിലേക്കൊരു നില പണിതപ്പോൾ ഞാൻ പറഞ്ഞ മൂവി ഈ ഒരു സിനിമ ഹാളിന് വേണ്ടി ഒരു ചെറിയ സ്പേസ് ഞാൻ മാറ്റിയിടുന്നുണ്ട്. അതിങ്ങനെ ചെയ്ത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ വൈഫൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പോൾ വൈഫായാലും പിള്ളേരുടെ ആയാലും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹാങ് ഔട്ട് ഏരിയ ഇതാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സ്പെക്സ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്.
പിന്നെ കുറച്ച് ഒരു എന്താ വൈഡല്ല എന്നുള്ളൊരു ഇതുണ്ട്. അത് നമ്മുടെ ഏരിയയുടെ ഒരു കുഴപ്പമാണ്. അത് ബാക്കി ആ ഒരു ചെറിയ ഒരു ലിമിറ്റേഷൻ നിന്നുകൊണ്ട് പരമാവധി മനോഹരമാക്കി തീർക്കാൻ LHS ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. വീട്ടുകാർക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. വീട്ടുകാർ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പലരും, എൻ്റെ കൊളീഗ്സ് ആയാലും എല്ലാവരും ഇവിടെ വന്ന് സിനിമ കണ്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് മാത്രമല്ല, പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷമാണ് വർക്ക് ചെയ്തത്. എങ്കിലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ വീട്ടുകാരിൽ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെ ബിഹേവ് ചെയ്ത് വളരെ നമുക്ക് മനോഹരമായ രീതിയിൽ ഇത് സജ്ജീകരിച്ച് തന്നതിന് LHSനോടൊരു വലിയ നന്ദി പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു തിയേറ്റർ മൊത്തം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡിസൈൻ, ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്പെക്കിലാണ് ഈ തിയേറ്റർ ചെയ്തത്. എന്നാൽ ഒട്ടും ഇതിൻ്റെ ഒരു ഫീലോ ക്വാളിറ്റിയോ കുറയാതെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ അവൈലബിൾ സ്പേസിൽ ഈ ഒരു സ്പെക്കിന് മാക്സിമം റിസൾട്ട് തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതേ റൂമിൽ തന്നെ നമുക്കൊരു ഹൈ സ്പെക്കിലോട്ടും പോകാം. എന്ന് വെച്ചാൽ നമുക്ക് AVR ചേഞ്ച് ചെയ്യാം, സൗണ്ട് ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് ഓരോ 3Dയിലോട്ട് കൊണ്ടുപോകാം, പ്രൊജക്ടർ ഫുൾ HD നിന്ന് 4Kയിലോട്ട് മാറാം. പിന്നെ ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ സ്പെക്കും ഇതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇതിലിപ്പം ഈ ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് സ്പീക്കറിൻ്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ നമ്മൾ സബ്വൂഫറിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ള രീതിയല്ല. എത്ര കൂട്ടിയാലും നമ്മൾ ഈ റൂമിന് ആപ്റ്റായിട്ടുള്ള ഒരു സ്പെക്കാണ് നമ്മളെപ്പോൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം ബാക്കിൽ 2 റോ സീറ്റ് ഉണ്ട്. ഈ 2 റോയിലോട്ടും നമ്മൾ സ്പീക്കർ പോയിൻ്റ് ചെയ്യുന്നു. അതുപോലെ 3ാമത്തെ റോയിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്പീക്കർ പെയറോടെ നമ്മൾ കൊടുക്കുകയായിരിക്കും. അതുപോലെ ഈ റൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സബ്വൂഫർ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ മാക്സിമം നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് എല്ലാ സ്പീക്കറിലോട്ടും നമ്മളത് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിലോട്ട് പോയി ഇപ്പം എക്സ്ട്രാ കുറച്ചുകൂടെ ബാസ് വേണമെങ്കിൽ നമുക്കൊരു ഡയഗണലോ അല്ലെ ഫ്രണ്ടിൽ തന്നെ ഒരു സബ്വൂഫറിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിലും കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് സ്പീക്കർ പല സ്ഥലത്തായിട്ട് വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ഒരു DJ പാർട്ടിയുടെ ഹാൾ പോലെ അതുപോലെ സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസിലോട്ട് അത് മാറും. കാരണം ഈ റൂമിനെ താങ്ങാൻ പറ്റുന്ന ഒരു സൗണ്ട് പവറുണ്ട്. അപ്പോൾ അതിനപ്പുറത്തോട്ട് പോകുമ്പം നമുക്ക് ഇതിൻ്റെ ഔട്ട് സൈഡിലോട്ടോ അല്ല ആ രീതിയിലോട്ടൊക്കെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവും. ഇല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്കും ഹെവി സൗണ്ട് പ്രൂഫ് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ലിമിറ്റഡ് വിഡ്ത്തുള്ള റൂമിലോട്ട് വീണ്ടും നമ്മൾ സൗണ്ട് പ്രൂഫിൻ്റെ ഒരു അക്വാസ്റ്റിക്സ് ലെവലിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ റൂമിൻ്റെ തിക്നെസ് കുറയും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്പെക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ഇതുപോലെ ഇനിയും ഇങ്ങനെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സജഷനും അല്ലെ എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലോട്ടുള്ള സ്പെക്ക് പറഞ്ഞു തരാനും LHSനെ വിളിക്കാം, ബന്ധപ്പെടാം. ഞങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിലുണ്ട്. അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇതിൽ ഇപ്പോൾ ഈ കണ്ട തിയേറ്ററിൽ ഏതൊക്കെ കാര്യത്തെ പറ്റിയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും അതിൻ്റെ മറുപടിയും ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.